കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകുന്നതോടൊപ്പം റോഡുകൾ, പാലങ്ങൾ, വൈദ്യുതി, കുടിവെള്ളം മുതലായ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്ക് ഊന്നൽ നൽകണമെന്ന് യോഗത്തിൽ എംഎൽഎമാരും മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപന ജനപ്രതിനിധികളും ആവശ്യപ്പെട്ടു. കൃഷി, മൃഗസംരക്ഷണം, മത്സ്യമേഖലകൾക്ക് 50 കോടി, വ്യവസായത്തിന് 5 കോടി, റോഡുകളും പാലങ്ങൾക്കും 15 കോടി, കുടിവെള്ളത്തിന് 5 കോടി, ഊർജ്ജ മേഖലയിൽ 5 കോടി, എൻഡോസൾഫാൻ ബാധിത അശരണർക്കുള്ള തൊഴിൽ പ്രാവീണ്യ പരിശീലനത്തിന് 5 കോടി, മണ്ണ് ജലസംരക്ഷണത്തിന് 5.5 കോടി, മലയോര ഹൈവേ നിർമ്മാണത്തിന് 6.5 കോടി, വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ 3.5 കോടി, എൻഡോസൾഫാൻ നിർവീര്യമാക്കുവാൻ 10 ലക്ഷം എന്നീ പദ്ധതികൾക്കാണ് യോഗം ശുപാർശ ചെയ്തത്. നേരത്തെ കൃഷിമന്ത്രിയുടെയും ചീഫ് സെക്രട്ടറിയുടെയും മറ്റ് ജനപ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ മുൻഗണന നൽകേണ്ട പദ്ധതികളെക്കുറിച്ച് തിരുവനന്തപുരത്ത് ചർച്ച ചെയ്ത് ശുപാർശ ചെയ്തിരുന്നു. ഈ ശുപാർശകൾ യോഗത്തിൽ അവതരിപ്പിക്കുകയും ചെയ്തു. റെയിൽവേ മേൽപ്പാലത്തിന് 50 കോടി രൂപ നീക്കിവെക്കണം. പാക്കേജ് പദ്ധതിക്ക് അനുവദിക്കുന്ന തുക മണ്ഡലം തിരിച്ച് വിതരണം ചെയ്യണം. മലയോര ഹൈവേക്ക് പ്രധാന പരിഗണന നൽകണം. രാജപുരത്ത് സബ്സ്റ്റേഷൻ സ്ഥാപിക്കണം. സ്കൂൾ കെട്ടിടം, പാലങ്ങളുടെ നിർമ്മാണ പ്രവൃത്തികൾക്ക് തുക അനുവദിക്കണം. മലയോര വികസനത്തിന് തുക മാറ്റിവെക്കണം. കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകണം. ജില്ലയിലെ പ്രധാന നദികൾക്ക് ചെക്ക് ഡാമുകൾ നിർമ്മിച്ച് കുടിവെള്ള വിതരണ പദ്ധതികൾ നടപ്പിലാക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ എംഎൽഎമാരും മറ്റു ജനപ്രതിനിധികളും യോഗത്തിൽ അവതരിപ്പിച്ചു. യോഗത്തിൽ എംഎൽഎമാർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജില്ലാതല ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.